May the Lord's name be glorified. ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. In continuation to worship, ആരെന്നുള്ള ബന്ധത്തിൽ let's turn to Philippians chapter 2 and verse 8. ഫിലിപ്പിയർ 2:8 വാക്യത്തിലേക്ക് നമുക്ക് കടന്നു വരാം. ഫിലിപ്പിയർ 2:8. And being found in appearance as a man, he humbled himself and became obedient to death, even death on a cross. 7ന്റെ തുടക്കത്തില് മനുഷ്യ സാദൃശ്യത്തിലായി തന്നെത്താൻ ഒഴിച്ച് വേഷത്തിൽ മനുഷ്യനായി വിളങ്ങി തന്നെത്താൻ താഴ്ത്തി മരണത്തോളം ക്രൂശിന്റെ മരണത്തോളം തന്നെ അനുസരണമുള്ളനായി തീർന്നു. So this is a very familiar passage to all of us. നമുക്കെല്ലാവർക്കും വളരെ സുപരിചിതമായ ഒരു ഭാഗമാണ് വായിച്ചു കേട്ടത്. Here we see that Jesus Christ is humbling himself for us. അവൻ നമുക്ക് വേണ്ടി എത്രമാത്രം താഴ്മയുള്ളവനായി തീർന്നു എന്നാണ് നാം ഇവിടെ വായിച്ചു കേട്ടത്. And there are a few points I would like to highlight from this verse. ഞാൻ ഈ വാക്യത്തിൽ നിന്ന് ചില കാര്യങ്ങൾ നിങ്ങൾക്ക് എടുത്തു കാണിക്കാൻ ആഗ്രഹിക്കുകയാണ്. First thing is that there it emphasizes on death on the cross. ആ കാൽവരി കുരിശിലെ മരണത്തെയാണ് ഒന്നാമതായി ഊന്നി പറയുന്നത്. If we see or if we examine why they are emphasizing on that, we can see the answer in Galatians. അതിനെ കുറിച്ച് എന്തുകൊണ്ട് കർത്താവ് ആ ക്രൂശിലായിരിക്കുന്നു എന്നുള്ളതിന്റെ ഉത്തരം ഗലാത്യ ലേഖനത്തിലാണ് അതിനെ കുറിച്ച് കാണുന്നത്. There we see that cursed is everyone who hangs on a tree. ശപിക്കപ്പെട്ടവരെ എല്ലാവരും ആ മരത്തിൽ തൂങ്ങപ്പെടണം എന്നാണ് കാണുന്നത്. So in that way, the reason here we see that it is emphasizing on the death on the cross is because it was a cursed death. അത് ശാപകരണമായ മരണമായിരുന്നു. അതുകൊണ്ടാണ് ആ യേശു ആ കുരിശിൽ മരിച്ചു അല്ലെങ്കിൽ മരത്തിൽ തൂങ്ങി എന്ന് വായിക്കുന്നത്. And I would like to say a few thoughts that came into my mind when I was going through this passage this morning. ഈ ഭാഗത്തു നിന്ന് ഞാൻ വായിച്ചപ്പോൾ എന്റെ മനസ്സിൽ കൂടെ കടന്നുപോയ ചില ചിന്തകളാണ് നിങ്ങളുമായി ഞാൻ പങ്കുവയ്ക്കുന്നത്. Firstly, our God is an all-knowing God. നമ്മുടെ ദൈവം സ്നേഹമുള്ള ദൈവമാണ്, എല്ലാവരും അറിയുന്ന ദൈവമാണ്. He knows our yesterday, today and tomorrow. നമ്മുടെ ഇന്നലെയും ഇന്നും നാളെയും അറിയുന്ന ദൈവമാണ്. And such a God who knows everything about us. നമ്മെ കുറിച്ച് എല്ലാവരും അറിയുന്ന ദൈവത്തിന്റെ മുമ്പിലാണ് നാം ആയിരിക്കുന്നത്. He is ready, even though he knows everything about us, he was ready to die for us and humble himself on the cross. നമ്മെ കുറിച്ച് എല്ലാം അറിഞ്ഞിട്ടും നമുക്ക് വേണ്ടി തന്നെത്താൻ താഴ്ത്തി നമുക്ക് വേണ്ടി മരണമൊരുപ്പാൻ ദൈവം ഇടയായി തീർന്നു. And secondly, രണ്ടാമതായി we see that he created us. നമ്മെ അവൻ സൃഷ്ടിച്ചതാണ് എന്ന് നമുക്കറിയാം. We are his creations. നാം അവന്റെ സൃഷ്ടിയാണ്. There is no need for the creator to die on that cross, to die the cursed death for us. Creations. ഒരു സൃഷ്ടിതാവ് സൃഷ്ടിക്ക് വേണ്ടി അങ്ങനെ ശാപകരണമായ മരണം വരിക്കേണ്ട ആവശ്യമില്ല. But we see that our Christ Jesus, he humbled himself and died that cursed death for us. അവൻ തന്നെത്താൻ താഴ്ത്തി ആ ക്രൂശിലെ മരണം തിരഞ്ഞെടുത്തു എന്ന് നാം കാണുന്നു. When we come to Ephesians chapter 2, എഫേസ്യർ 2 നാം എത്തിയാൽ there we see that we were dead in transgressions and sins. നമ്മുടെ അതിക്രമങ്ങളും പാപങ്ങളും മരിച്ചവരായിരുന്നു നാം വായിക്കുന്നു. We were sinners. നാം പാപികളായിരുന്നു. And we were enemies in our minds against God. ദൈവവുമായി ശത്രുത ഉള്ളവരായിരുന്നു. And in spite of all this, Christ was ready to die for us. എന്നാൽ ഇതൊക്കെ ഉണ്ടായിട്ടും കർത്താവ് നമുക്ക് വേണ്ടി മരിപ്പാൻ തയ്യാറായി. He died for us even while we were sinners. നാം പാപികളായിരിക്കുമ്പോൾ തന്നെ അവൻ നമുക്ക് വേണ്ടി മരിച്ചു. And thirdly, he became our sin offering. നമ്മുടെ പാപത്തിന് പരിഹാരമായി അവൻ തീർന്നു. പാപയാഗമായി തീർന്നു. In the Old Testament we see about sin offerings. നാം പാപയാഗത്തെ കുറിച്ച് നാം പഴയ നിയമത്തിൽ വായിക്കുന്നു. There we see that it is necessary for the children of Israel to offer a bull as a sacrifice. അവരെ കാളയെ അവരെ യാഗമായി അർപ്പിക്കുന്ന അത് നിയമമാണ് എന്ന് നാം പഴയ നിയമത്തിൽ വായിക്കുന്നുണ്ട്. And when we come to Hebrews, we see that the blood of bulls and goats cannot cleanse our minds from sin. നമ്മുടെ കാളകളുടെയും കുഞ്ഞാടുകളുടെയും രക്തം നമ്മുടെ പാപത്തിൽ നിന്ന് പരിഹാരം ഉണ്ടാക്കുന്നില്ല എന്ന് എബ്രായ ലേഖനത്തിൽ നാം വായിക്കുകയാണ്. And even though he is the creator, and even though he could have provided us with many bulls, he chose to sacrifice himself for us. അവന് അനേക കാളകളെ അനക്ഷം ഉണ്ടായിരുന്നിട്ടും അവൻ തന്നെത്താൻ അർപ്പിക്കുന്നതായിട്ടാണ് നാം കാണുന്നത്. He could have even though he could have he could have given us a lot
as we read in the Psalms, the hills are his, the mountains are his, all the wild animals are his, but he gave himself for us, gave himself up for us. മലയും കുന്നുകളും ആ കാട്ടിലെ എല്ലാ മൃഗങ്ങളും അവന്റേതായിരുന്നിട്ടും അവൻ തന്നെത്താൻ അർപ്പിക്കുന്നതിനായിട്ടാണ് നാം വായിക്കുന്നത്. And then lastly, I'd like to say that our God is an everlasting God. നമ്മുടെ ദൈവം നിത്യനായ ദൈവമാണ് എന്ന് ഞാൻ അവസാനമായി പറയാൻ ആഗ്രഹിക്കുകയാണ്. He does not have a beginning or an end. അവന് ആദ്യവും അന്തവുമില്ല. And such a God is dying for a man. അങ്ങനെയുള്ള ദൈവം മനുഷ്യന് വേണ്ടി മരിക്കുകയാണ്. And who is man? Our lifespan is just 70 years or 80 years as we see in Psalms. ആരാണ് മനുഷ്യൻ? മനുഷ്യന്റെ ആയുസ് 70 അല്ലെങ്കിൽ 80 വയസ്സ് മാത്രമാണ്. And for such a temporary man, അങ്ങനെ താൽക്കാലികമായ മനുഷ്യൻ, man's lifespan is just like a vapor. അതൊരു നിഴൽ പോലെയാണ്. It is like a flower of the field. ഒരു പൂ പോലെ പൊഴിഞ്ഞു പോകുന്നതാണ്. And for such a temporary man, we see that an everlasting God is sacrificing himself up for us. അങ്ങനെയുള്ള അനുശരണായ ദൈവം ആ ഒഴിഞ്ഞു പോകുന്ന അല്ലെങ്കിൽ ഒന്നുമില്ലാത്ത മനുഷ്യർക്ക് വേണ്ടി യാഗമായി തീരുകയാണ്. And not only that, he died on the cross for us, dying the cursed death for us. നമുക്ക് വേണ്ടി ശാപമരണം അവൻ തിരഞ്ഞെടുത്തു, നമുക്ക് വേണ്ടി അവൻ മരിച്ചു. And as you all know, today is celebrated as the Easter Sunday throughout the world. ലോകമെങ്ങും ഈസ്റ്റർ ദിനമായി ഇന്ന് ആഘോഷിക്കുകയാണ്. And as you all know, it did not end with his death on the cross. ആ കാൽവരി കുരിശിൽ അവന്റെ മരണം അവസാനിക്കുന്നില്ല. We see that he rose again the third day. മൂന്നാം ദിവസം അവൻ ഉയർത്തെഴുന്നേറ്റു എന്ന് നാം കാണും. And he ascended into the heavens. സ്വർഗത്തിലേക്ക് കയറിപ്പോയി. He is interceding for us in the heavens. നമുക്ക് വേണ്ടി സ്വർഗത്തിൽ പക്ഷപാതം ചെയ്യുകയാണ്. And as we are gathered this day, നാം ഈ ദിവസം as we come before his presence, അവന്റെ മുമ്പായി കടന്നു വന്നുകൊണ്ട് let us be reminded and be thankful for his death on the cross. ആ കാൽവരി കുരിശിൽ അവന്റെ മരണത്തെ നമുക്ക് ഓർക്കാം, അത് ചിന്തിക്കാം. May the Lord sing the glory. ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ.